നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാമനാമപ്പച്ച എന്ന ചെടിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സംസ്കൃതത്തിൽ ഇതിനെ നമസ്കരി എന്നാണ് പറയുന്നത്. തമിഴിൽ തൊഴുകണ്ണി എന്നും അറിയപ്പെടുന്നു. ഫെബേസിയ കുടുംബത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഡെസ്മോഡിയം ഗൈറൻ എന്നാണ്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇത് പൊതുവെ കണ്ടുവരുന്നത്. ഏകദേശം 2 മുതൽ 4 മീറ്റർ വരെ ഉയരത്തിലാണ് ഇത് വളരാറുള്ളത്. ഇലകൾ സമുഖമായി വിന്യസിച്ചിരിക്കുന്നു. ഇലകൾക്ക് ദീർഘവൃത്താകൃതിയാണ് ഉള്ളത്. നീല നിറത്തിലുള്ള പൂക്കളാണ് ഇതിന് കണ്ടുവരുന്നത്. പാമ്പ് വിഷം, ഹൃദ്രോഗം, വ്രണം എന്നീ അവസ്ഥകളിലാണ് ഇത് പൊതുവെ ഉപയോഗിച്ചു വരുന്നത്. ഏകദേശം 9 മില്ലിമീറ്റർ നീളത്തിലുള്ള പൂക്കളാണ് ഇതിൽ കണ്ടുവരുന്നത്. 4.5 സെൻറ്റിമീറ്റർ നീളമാണ് ഇതിൻ്റെ കായകൾക്ക് ഉണ്ടാകുന്നത്. പയറ് പോലുള്ള കായകളാണ് ഇതിൽ കണ്ടുവരാറുള്ളത്. അടുത്ത് ചെന്ന് സംസാരിച്ചാൽ ഇത് തൊഴുതു നിൽക്കുന്നത് പോലെയാവും ഇതിൻ്റെ ഇലകൾ. ഇതിൻ്റെ ചെറിയ ഇലകളാണ് എപ്പോഴും കൂമ്പുകയും തുറക്കുകയും ചെയ്യുന്നത്. രാത്രി കാലങ്ങളിൽ പാമ്പ് ചീറ്റുന്ന പോലെയുള്ള ഒരു ശബ്ദം ഇതിൽ നിന്ന് പുറപ്പെടാറുണ്ട്. മുറിവിനും ചതവും ഭേദമാക്കാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. ക്രിപ്റ്റാമൈൻ എന്ന ആൽക്കലോയിഡാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതായിരിക്കും. ഈ രാമനാമപ്പച്ച, തൊഴുകണ്ണി എന്നതിന് പേര് പറയാം. നല്ലൊരു ഔഷധമാണത്. പ്രത്യേകിച്ച് ഇത് ഹൃദ്രോഗത്തിലൊക്കെ അതിൻ്റെ സ്വരസം എടുത്ത് തേൻ ചേർത്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഇത് ഈ വ്രണത്തിന് ലേപനം കൊടുക്കും. ഇതൊരു രസായന ഉള്ളത്, ശരീരത്തിൽ ഈ സപ്തധാതുക്കളെയും പോഷിപ്പിക്കുന്ന ഒരു ഗുണമുള്ളതാണ് ഈ തൊഴുകണ്ണി എന്ന് പറയുന്നത്. ഇത് ഈ പാമ്പ് വിഷം ഏറ്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കീടദംശമൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല എടുത്ത് അരച്ച് പരട്ടി കഴിഞ്ഞാൽ ആ നീരും വേദനയും കുറയും. പിന്നെ ഇത് ഈ ഉണങ്ങാത്ത മുറിവിൽ ഇത് പേസ്റ്റാക്കിയിട്ട് ഒരു അരച്ച് പേസ്റ്റാക്കിയിട്ട് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങുന്നതുമാണ്.